ഹായ് ഫ്രണ്ട്സ്, ഈ വർഷത്തെ BSc നഴ്സിംഗിൻ്റെ ആപ്ലിക്കേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് എപ്പോഴാണ്? ട്രയൽ അലോട്ട്മെൻറ്റ് എപ്പോഴും വരും? കോളേജ് ജോയിനിങ് എത്ര അലോട്ട്മെൻറ്റ് ഉണ്ടാകും? നമുക്കറിയാം ആപ്ലിക്കേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ജൂൺ 15 വരുന്നത്. ജൂൺ 15 ലാസ്റ്റ് ഡേറ്റ്. പിന്നീട് പബ്ലിക്കേഷൻ ഓഫ് പേഴ്സണൽ ആൻഡ് അക്കാഡമിക് ഡാറ്റ ആഫ്റ്റർ വെരിഫിക്കേഷനൊക്കെ കഴിഞ്ഞിട്ട് പേഴ്സണൽ ആൻഡ് അക്കാഡമിക് ഡാറ്റാസൊക്കെ ജൂൺ 26 പബ്ലിഷ് ചെയ്യും. പിന്നെ എന്തെങ്കിലും റെക്ടിഫിക്കേഷൻ ഓഫ് കംപ്ലയിൻറ്റ്, എന്തെങ്കിലും ഇഷ്യൂസ് കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ആ വെരിഫൈഡ് ഡാറ്റ ചെക്ക് ചെയ്തിട്ട് ജൂലൈ 2 വരെ അത് ചെയ്യാവുന്നതാണ്. പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത് ജൂലൈ 8 പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ്. പിന്നെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് ജൂലൈ 10 വരുന്നുണ്ട്. ഈ റാങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ അപ്ലൈ ചെയ്ത എല്ലാവരുടെയും മെറിറ്റ്, ഓർഡർ ഓഫ് മെറിറ്റ്, അതായത് നമ്മുടെ മാർക്കിൻ്റെ ഓർഡറിനനുസരിച്ച് ഏറ്റവും ടോപ്പ്, ഫസ്റ്റ്, അതിന് താഴെ അങ്ങനെ നോക്കിയിട്ട് അപ്ലൈ ചെയ്ത എല്ലാവരും ആ റാങ്ക് ലിസ്റ്റിലുണ്ടാവും. അപ്പോൾ അത് നമുക്ക് നോക്കാം. അപ്പോഴേ നമുക്ക് മനസ്സിലാവും നമുക്ക് മുകളിൽ എത്ര പേരുണ്ട് എന്നൊക്കെ നമുക്ക് മനസ്സിലാവും. അതിന് ശേഷമാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ വരുന്നത്. ഓപ്ഷൻ രജിസ്ട്രേഷൻ ജൂലൈ 10 മുതൽ 15 വരെയാണ്. അതിനുശേഷം ട്രയൽ അലോട്ട്മെൻറ്റ് വരും. ട്രയൽ അലോട്ട്മെൻറ്റ് ജൂലൈ 15 വരുന്നത്. പിന്നെ ട്രയൽ അലോട്ട്മെൻറ്റ് വന്നാൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസൊക്കെ റീഅറേഞ്ച് ചെയ്യാനുള്ള സമയമുണ്ട്. ജൂലൈ 15 മുതൽ 16 വരെ. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ജൂലൈ 17 വരുന്നത്. അലോട്ട്മെൻറ്റ് കിട്ടിയവർ ഫീ അടക്കേണ്ടിയിരിക്കുന്നുണ്ട്. എന്നിട്ട് വേണമെങ്കിൽ ഓപ്ഷൻ റീഅറേഞ്ച്മെൻറ്റും ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടിയത് നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ ഓപ്ഷൻ റീഅറേഞ്ച്മെൻറ്റൊക്കെ വേണമെങ്കിൽ അപ്പോഴും ചെയ്യാം. പക്ഷേ കിട്ടിയവരെല്ലാം ഫീ അടക്കണം. ഫീ അടക്കാനുള്ള സമയം ജൂലൈ 20 വരെയാണ്. പിന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് ജൂലൈ 23 വരുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി കിട്ടിയവർക്ക് വീണ്ടും മാറി വന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും ഫീ ഒന്നും അടക്കണ്ട. ആദ്യമായിട്ട് സെക്കൻഡ് അലോട്ട്മെൻറ്റ് ആർക്കും കിട്ടുന്നുണ്ടെങ്കിൽ അവർ ഫീ അടക്കണം. അത് ജൂലൈ 25 വരെയാണ് സമയമുള്ളത്. പിന്നെ തേർഡ് അലോട്ട്മെൻറ്റ് വരുന്നത് ജൂലൈ 26 അപ്പോൾ തേർഡ് അലോട്ട്മെൻറ്റിൽ ആദ്യമായിട്ട് ആർക്കും കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർ ജൂലൈ 29 ഫീസ് അടക്കേണ്ടതുണ്ട്. ഫസ്റ്റ് അലോട്ട്മെൻറ്റിലേക്ക് കിട്ടിയിട്ട് ഓപ്ഷൻ മാറി വന്നവരൊന്നും വീണ്ടും ഫീ അടക്കേണ്ട, ഒറ്റ തവണയെ ഫീ അടക്കേണ്ട കാര്യമുള്ളൂ. തേർഡ് അലോട്ട്മെൻറ്റും കഴിഞ്ഞിട്ടാണ് കോളേജ് ജോയിനിങ് ഉള്ളൂ. അപ്പോൾ കോളേജ് ജോയിനിങ് വരുന്നത് ജൂലൈ 31 ഉള്ളിൽ കോളേജ് ജോയിൻ ചെയ്യുമെന്നാണ് പറയുന്നത്. അതായത് ഇതുവരെ 3 അലോട്ട്മെൻറ്റുകളായിട്ട് കിട്ടിയവരെല്ലാം ജൂലൈ 31 കിട്ടിയ കോളേജിൽ പോയിട്ട് ജോയിൻ ചെയ്യേണ്ടിയിരിക്കുന്നുണ്ട്. അപ്പം ഇനിയും എത്ര അലോട്ട്മെൻറ്റ്, ഇനിയും എത്രയോ അലോട്ട്മെൻറ്റ് വരും. ഇപ്പോൾ ഷെഡ്യൂളിൽ പറയുന്നത് ഓൺലൈൻ ആൻഡ് സ്പോട്ട് അലോട്ട്മെൻറ്റ് വിൽ ബി കണ്ടക്റ്റഡ് ടു ഫിൽ അപ്പ് ദി ലാപ്സ്ഡ് സീറ്റ് ഇഫ് എനി. പിന്നെയും സീറ്റ് ഉണ്ടെങ്കിൽ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്പോട്ട് അലോട്ട്മെൻറ്റ്, ഓൺലൈൻ അലോട്ട്മെൻറ്റ് ഒക്കെ ചെയ്യുന്നത്. അത് എത്രയെന്ന് ഒരുപാട് അലോട്ട്മെൻറ്റുകൾ പിന്നെയും വരും. അതായത് കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും, മറ്റ് കോഴ്സസിലേക്ക് പോകും. അപ്പോൾ അതിനനുസരിച്ച് സീറ്റ് ഫില്ലായി വരുന്നതിനനുസരിച്ച് അലോട്ട്മെൻറ്റ് പിന്നെയും വന്നുകൊണ്ടേയിരിക്കും. ഓപ്ഷൻസ് റീഅറേഞ്ച്മെൻറ്റ് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ 3ാം അലോട്ട്മെൻറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ കോളേജ് ജോയിൻ ചെയ്യും. അപ്പോൾ നമുക്ക് മാറി പിന്നീട് നമുക്ക് കംഫർട്ടബിളായി ഇഷ്ടപ്പെട്ടടുത്തൊക്കെ കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് വീണ്ടും ജോയിൻ ചെയ്തെടുക്കുന്ന TC വാങ്ങിയിട്ട് വന്ന് മാറി ജോയിൻ ചെയ്യാവുന്നതാണ്. അതിനൊക്കെയുള്ള പ്രൊവിഷനുണ്ട്. എത്ര അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് സീറ്റ് ഫില്ലാവുന്ന ഏകദേശം അത്ര വരെയും. എങ്കിലും കുറച്ച് കഴിയുമ്പോഴേക്കും ഒരു ഫിക്സഡ് ഡേറ്റ് പറയും. അപ്പോഴേക്കും അത് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ തന്നെ ലേറ്റ്. ഇവിടെ തന്നെ ഇപ്പോൾ പറയുന്ന ജൂലൈ 31 ഉള്ളിൽ തേർഡ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞ് ജോയിൻ ചെയ്യണം. അതായത് ജൂലൈ, ഓഗസ്റ്റ് ഒക്കെ കഴിയും നമ്മുടെ ക്ലാസ് ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ വേറൊരു പോസിറ്റീവായ സജഷൻ എനിക്ക് പറയാനുള്ള BSc നഴ്സിംഗും ഒക്കെ ആഗ്രഹിച്ച് നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾ വെറുതെ ഇരിക്കരുത്. ആ സമയം, അതായത് അവിടത്തേക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ വേറെ എന്തെങ്കിലും ഉപകാരപ്രദമാവുന്ന കോഴ്സസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. വീട്ടിൽ തന്നെ ഇരിക്കുമ്പോൾ നമ്മൾ അസ്വസ്ഥരാകും, നമുക്ക് വലിയ മടുപ്പുണ്ടാവും. അപ്പോൾ ഒന്നുകിൽ നമുക്ക് ഷോർട്ട് കോഴ്സ് എന്തെങ്കിലും ചെയ്യാം, ഓൺലൈൻ കോഴ്സ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ഡിഗ്രിക്ക് ജസ്റ്റ് ജോയിൻ ചെയ്തിട്ട് അതുവരെ ഒന്ന് എൻജോയ് ചെയ്തിട്ട് പോകാം. അല്ലാതെ വെറുതെ ഇരിക്കുന്നത് അത്ര കംഫർട്ടബിളായ കാര്യമായിരിക്കില്ല. അത് അസ്വസ്ഥത നിങ്ങൾക്കും വീട്ടിലുള്ളവർക്കും ഉണ്ടാവും. അപ്പോൾ കാരണം എന്നും എല്ലാ വർഷവും ഇങ്ങനെയാണ് നഴ്സിങ്ങിനെയും പാരാമെഡിക്കൽ കോഴ്സസിനെയും ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ ഇങ്ങനെ ലേറ്റ് ആവാറുണ്ട്. കാരണം സീറ്റ് ഏകദേശം ഫില്ലായി വരണം. അത് ഒരുപാട് അലോട്ട്മെൻറ്റുകളും വരാറുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പോസിറ്റീവായ ഡിസിഷൻ നിങ്ങൾക്ക് എടുക്കാം. എന്തെങ്കിലും 1 or 2 or 3 months കോഴ്സസൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. എന്തായാലും ഇങ്ങനെയാണ് പോകുന്നത് BSc നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ കോഴ്സസിൻ്റെയും പിന്നീട് വരുന്നതാണ്.